പത്തനംതിട്ടയിലെ കോന്നിയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു എന്ന വാർത്ത വരുന്നു. പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെങ്കിലും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ശ്രീജിത്ത് ശ്രീകുമാരൻ വീണ്ടും ടെലിഫോൺ ലൈനിൽ. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ അഗെയിൻ. ഗുഡ് മോർണിംഗ് എസ് കെ. ടെലിഫോൺ ലൈനിലല്ല, നേരിട്ട് തന്നെയുണ്ട്. കോന്നി മണ്ണീറ തലമാനം ഭാഗത്താണ് ഇത്തരത്തിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രദേശത്തെ നാട്ടുകാർ ആകെ തന്നെ ആശങ്കയിലാണ്. സ്ഥിരം ദിനം പ്രതി ഇത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുകയും ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് വ്യക്തികളുടെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്ത് കമുക്, വാഴ, കുരുമുളക് അടക്കം മുഴുവൻ നശിപ്പിച്ച നിലയിലാണ്. കാട്ടാനകൾ എന്ന് പറഞ്ഞാൽ കാട്ടാന കൂട്ടമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2-3 ആനകളായാണ് ഈ പ്രദേശത്തെ വരുന്നതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അർദ്ധരാത്രി ആയതിനാൽ വനംവകുപ്പിനെ വിളിച്ചാലും അവർ കാര്യമായി വരാറില്ല എന്നും പറയുന്നുണ്ട്. ശാശ്വതമായ പരിഹാരം തേടി വാർഡ് മെമ്പർ അടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ വനമന്ത്രിയെയും ഒക്കെ തന്നെ ബന്ധപ്പെട്ടെങ്കിലും കാര്യമായ രീതിയിൽ അവർ ഇടപെടുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. എന്തായാലും നാട്ടുകാരുടെ, കൃഷിക്കാരുടെ ദുരിതം തുടരുകയാണ്. ഈ വേനൽക്കാലമാവുമ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണെന്ന് പറയാം. പക്ഷേ ഇപ്പോൾ അതല്ല, കാട്ടിലാകെ അരുവികളുണ്ട്, വെള്ളമുണ്ട്. പക്ഷേ ഇപ്പോഴും ആനകൾ ഇങ്ങനെ ഇറങ്ങുന്നത് ആശങ്കയാണ്. വനംവകുപ്പ് അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം എന്ന തരത്തിലേക്ക് അവിടുത്തെ ഭരിക്കുന്ന പാർട്ടി CPIM അടക്കം ഈ ഒരു ഘട്ടത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ ശ്രീകുമാരൻ.